ഓണപരിപാടിക്ക് ലിൽപ്പയ്യൻ വരുന്നതിന്റെ പേര് ഓണപരിപാടിക്ക് ചേർന്നു. അതിന്റെ കൊടുത്തപ്പോ ചങ്കുപൊട്ടിയെങ്കിലും പയ്യനെ കാണുന്നുണ്ടല്ലോ സന്തോഷമുണ്ട്. സമയം ഉച്ചയ്ക്ക് 1:30 തൊട്ടേ കാത്തിരിപ്പ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ വണ്ടിപ്രാന്തന്മാര് കുറെ വണ്ടി കൊണ്ടങ്ങ് വന്നു. വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടലും ചീറ്റലും മാത്രമേ ഉള്ളൂ. സ്റ്റൈല് കാണിച്ച് ഉരുണ്ടടിച്ച് താഴെ വീണാണ് നിങ്ങളാ കണ്ടത്. എന്നാൽ അവന്റെ കഴപ്പങ്ങ് മാറി കിട്ടി. മെയിൻ ആയിട്ട് നമ്മുടെ മഴ കാലന്റെ രൂപത്തിലാണ് ഗൈസ് വന്നത്. മഴ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പെരുത്ത മഴയൊന്ന് ശാന്തമായപ്പോഴത്തേക്ക് പിള്ളേർ അവിടെ മൂട്ടിക്കൊണ്ടേ പടക്കം മുട്ടിക്കുന്നു. അവിടെ നിന്ന് മാറി നിൽക്കടേ, മുണ്ട കൊടുത്തക്കനെ സാമാനം കത്തിപ്പോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെണ്ടമേളവും പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങി. ഒരു ലോറി നിറയെ പിള്ളേർ അടിച്ചു പൊളിച്ച് വരുന്നുണ്ട്. എല്ലാ വണ്ടിയും കാണിക്കാൻ പോയി കഴിഞ്ഞാൽ സമയം ഒരുപാട്. പക്ഷെ ഈ ഒരു വണ്ടി പറയാതിരിക്കാൻ വയ്യ. അടിച്ചു പൊളിച്ച് തീയും പുകയല്ലാതെ ഇതിന്റെ പുറകിൽ വേറെ ഒന്നും പോകത്തില്ല. പിന്നെ നമ്മുടെ ഡാൻസും പരിപാടിയൊക്കെ അങ്ങ് തുടങ്ങി. എനിക്ക് ഇന്ന് ചെറിയൊരു ഡാൻസ് ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സ്റ്റേജിന്റെ സൈഡിൽ കളിക്കാനാണല്ലോ നമ്മൾ മിടുക്കന്മാര്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഓരോരോ ആർട്ടിസ്റ്റ് അങ്ങ് വരാൻ തുടങ്ങി. ഫസ്റ്റ് ആർട്ടിസ്റ്റ് നമ്മുടെ നസീബ് ബില്ലു. ഇവൻ ആർക്കൊക്കെ അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും എനിക്ക് അത്ര പരിചയം പോരായിരുന്നു. സെക്കൻഡ് നമ്മുടെ എഫി വന്ന് അടിച്ച് പൊളിച്ചെന്തായി. എഫിയുടെ പാട്ടുകളൊക്കെ വന്ന് തകർത്തങ്ങ് പാടി. പിന്നെ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ലിൽ പയ്യനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ആറാട്ടുകയായിരുന്നു. എന്തായാലും പയ്യൻ വന്ന് അടിച്ചു പൊളിച്ചു, കൂടെ നമ്മളും അങ്ങ് അടിച്ച് പൊളിച്ചു. പരിപാടിയൊക്കെ തീർന്ന് പയ്യൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് വിശക്കാൻ തുടങ്ങി. ഉച്ച തൊട്ടേ പള്ളകത്ത് നിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ പോകുന്ന വഴിക്ക് സൈഡിൽ ഒരു തട്ടുകട നിർത്തി ഒരു ഫ്രൈഡ് റൈസും ഷവർമയും അങ്ങ് കഴിച്ചു. അന്നേരവും വിശപ്പ് മാറിയില്ല കേട്ടോ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത്. ഇനി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്റെ വയറിന്നറിയും. അപ്പൊ ഇനി അടുത്തൊരു കിടക്കാച്ച് കാണുന്നവരെ ബൈ.